ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്ത രുചിയുള്ള പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം ഞാൻ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പം ഒരു നല്ല ഫ്ലേവറും കൂടി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് നമുക്ക് ആവശ്യം, അധികം ലൂസാവാൻ പാടില്ല. അപ്പം നമുക്കിനി ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് പഴമൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു പഴം 2 കഷ്ണാക്കി കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ ആദ്യം തന്നെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത പഴം എടുത്തിട്ട് ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. മാവ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം മുക്കിയെടുക്കാൻ. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഓരോ സ്ലൈസും ഇതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം കൂട്ടാണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അതവിടെ നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നിട്ട് കോരി മാറ്റാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള പഴവും നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. വൈകുന്നേരത്തെ ചായക്കൊക്കെ പഴംപൊരി ഒരു പെർഫെക്റ്റ് സ്നാക്ക് തന്നെയാണ്. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മളെ സെക്കൻഡ് ട്രിപ്പ് പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. അപ്പോൾ അതവിടെ നമ്മളെ ഒട്ടും എണ്ണ കുടിക്കാത്ത പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.